പ്രവാസികളെ സർക്കാർ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളയക്കുന്ന പണമാണ് ഇന്ത്യൻ ഇക്കണോമിയുടെ പ്രധാന ആശ്രയമെന്നും എന്നാൽ തിരികെ എത്തുന്ന പ്രവാസികൾക്ക് വേണ്ട സാമ്പത്തിക ചുറ്റുപാടോ സംരക്ഷണമോ ഒരുക്കുവാനുള്ള നടപടികൾ സർക്കാരുകൾ രൂപം നൽകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവരയക്കുന്ന പണമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ തന്നെ നഷ്ടങ്ങൾ. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ പ്രവാസികളുടെ റെമിറ്റൻസ് അവരയക്കുന്ന പണം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് പ്രവാസി. 2026 കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രവാസികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകുമെന്നും പ്രകടന പത്രികയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം. ഐക്യജനാധിപത്യ മുന്നണി 2026 അസംബ്ലിയെ നേരിടുമ്പോൾ നമുക്കൊരു പ്രകടന പത്രിക ഉണ്ടാവുമല്ലോ. ആ പ്രകടന പത്രികയിൽ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു പ്രധാനപ്പെട്ട പരിപാടി പ്രവാസികളുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് ചാപ്റ്റർ തന്നെ കൊടുത്തു. വെറുതെ അല്ല, വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയൊക്കെയല്ല. പതാക ഉയർത്തലോടെയാണ് പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന, ആമ്പല്ലൂർ സെന്ററിൽ നിന്നും ഘോഷയാത്ര എന്നിവ നടത്തി. യോഗത്തിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എൽ.വി. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ടി.എൻ. പ്രതാപൻ എം.പി, ടി.ജെ. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എ. സലീം, ജനറൽ കൺവീനർ ഷാഹുൽ പണിക്കവീട്ടിൽ, ജനറൽ സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, ഡെയ്സൺ മഞ്ഞളി, ജയൻ തെക്കുംപുറം, രവി കരിയാട്ടുപറമ്പിൽ, ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ കെ. ഗോപാലകൃഷ്ണൻ, ബാബു കല്ലൂർ, സെബി കൊടിയൻ, ടി.എം. ചന്ദ്രൻ, കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കെ.എം. ബാബുരാജ്, പ്രിൻസൺ തയ്യാലിക്കൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ അളഗപ്പ നഗർ എന്ന ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ഹാർദമായ പ്രവാസി ഭാരതീയ ദിവസ് ഇത്ര പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ഭാരവാഹികളെ അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ അവർ കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ്. ഈ ഉത്സവമേളത്തിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കടം കെട്ടിക്കിടപ്പുണ്ട്. എന്താണ് ആ സങ്കടം? തിരിച്ചു വരുന്നവരെ തിരിച്ചറിയാത്ത, നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂരെ ടൗൺ ഹാളിൽ വെച്ച് ഒരു മഹാസമ്മേളനം നടന്നു. അതെങ്ങനെ നടന്നു എന്ന്